സുഹൃത്തുക്കളെ, ഈറ്റ് ആൻഡ് ഡ്രൈവ് വിത്ത് നജീബ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു ചെറിയൊരു കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ബർത്ത്ഡേക്ക് അവര് വീട്ടിലെ എല്ലാ സാധാരണ ബർത്ത്ഡേക്കൊക്കെ വീടിന്റെ പുറത്താണ് എല്ലാ സെറ്റിംഗ് ചെയ്യുന്നത്. പക്ഷെ ഇത് ചൂടായതുകൊണ്ട് വീടിന്റെ അകത്താണ് സെറ്റ് ചെയ്തിരുന്നത്. ആ സെറ്റ് ചെയ്ത ചെറിയൊരു സെറ്റിംഗ് മാത്രമുണ്ട്, ചെറിയൊരു പാർട്ടി ആയിരുന്നു. അല്ലെങ്കിൽ സാധാരണ പാർട്ടിക്ക് ഈ പുറത്തൊക്കെ ഇങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ, പോപ്കോൺ, അതുപോലെ തന്നെ പഞ്ഞിമിഠായി, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ. അത് അങ്ങനെ എല്ലാ സെറ്റിങ്ങുകളും, പിന്നെ കുതിര ഉണ്ടാവും, മാജീഷ്യൻ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ അടുത്ത ബർത്ത്ഡേ വരുമ്പോൾ കാണിച്ചു തരട്ടോ. ഇത് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അപ്പൊ ഒരു ബർത്ത്ഡേ പാർട്ടിയും അതുപോലെ തന്നെ ഒരു ലഞ്ചിന്റെ ഒരു ഇതുമാണ് കാണിച്ചിരുന്നത്. ഇത് രണ്ടും പാടെ കാണിച്ചു തരുന്നുണ്ട്. ബർത്ത്ഡേന്റെ കൂടുതലൊന്നുമില്ല, കുറച്ചുള്ളൂ ഉള്ളത്. അപ്പൊ അത് രണ്ടും പാടെ കാണിച്ചു തരണം. അപ്പൊ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ എന്താ സംഭവിച്ചു പറഞ്ഞാല്, നമ്മൾ ഈ ഡ്യൂട്ടിയെ കഴിഞ്ഞിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങി രാത്രി പിന്നെ 1 മണി 2 മണി ഇതൊക്കെയാണ് ഡ്യൂട്ടി തീരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ചെന്നിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യലും ഇതൊക്കെ ചെയ്യല്. അപ്പൊ സമയത്ത് AM ഉം PM ഉം മാറിപ്പോയി. വീഡിയോ ഷെഡ്യൂൾ ചെയ്തപ്പോ AM ഉം PM ഉം മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ അത്ര റീച്ച് ആയി പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കയറി കാണണം കേട്ടോ. നിങ്ങള് പിന്നെ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ വരുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ, ഒന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക്, കമന്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്താണ്ട് കാണുന്നുണ്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ പുറത്തുള്ള കമ്പനി ഉണ്ടല്ലോ, പുറത്തുനിന്നുള്ള കമ്പനി വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ മറ്റേ കോട്ടൺ ക്യാൻഡി, അതുപോലെ തന്നെ പോപ്കോൺ, ഇതിന്റെയൊക്കെ കൗണ്ടറുകൾ കേട്ടോ. അപ്പൊ ഈ കൗണ്ടറുകളാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പുറത്തേക്കാരം വെച്ചിട്ടുണ്ട്. അതിന്റെ വലിയ കൗണ്ടർ, അത് പിന്നെ ചായ, കോഫി, ഐസ്ക്രീം, ഇതിന്റെയൊക്കെ കൗണ്ടറുകളൊക്കെ പുറത്തുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. അപ്പൊ കുട്ടിയുടെ 1ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിനുള്ള ഇതാണ്. അപ്പൊ ഈ ഒരു ഹാളില് ചൂടായതുകൊണ്ടാട്ടോ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു. ഞാൻ ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇതിങ്ങനെ ഒരു പൂവ് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ വിടരും, പിന്നെ താവും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ അടുത്ത ജമാലിന്റെ കിടുക്കാച്ചി കുക്കിംഗ് ആട്ടോ. അതൊക്കെ കണ്ടോളി. അപ്പൊ നമുക്ക് മറ്റേ വീഡിയോസ് ഒന്നും കൂടുതൽ എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ അപ്പൊ ജമാലിന്റെ നല്ല സ്റ്റേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആ സ്റ്റേക്കിന്റെ മണം തന്നെ വരുമ്പോണ്ടല്ലോ, അതിൽ ആ ഒലീവ് ഓയിലും ഇതൊക്കെ വെച്ചിട്ടുള്ള ആ സ്റ്റേക്കിനുള്ള മണം ഭയങ്കര നല്ല മണം തന്നെ കേട്ടോ. അപ്പൊ അതിക്ക് വേണ്ടിയിട്ടുള്ള നല്ല മാഷ് പൊട്ടാട്ടോ ഉണ്ടാക്കണ്ടോ. മാഷ് പൊട്ടാട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ തന്നെ മഷ്റൂം സോസ് ആണ് അത് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ നമ്മളെ ജമാൽ നല്ല സ്റ്റാഫിന് വേണ്ടിയിട്ട് നല്ല ചെമ്മീൻ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചെമ്മീൻ ബിരിയാണി നമുക്ക് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവൻ എന്താ മാനസാന്തരം വന്നിക്കാണ്, അതുകൊണ്ടാണ് ചെമ്മീൻ ബിരിയാണി വെച്ചിട്ടുള്ളത്. അവൻ ഇതിന്റെ ഇടയിലൊന്നും ചെമ്മീൻ ബിരിയാണി തിരക്കുള്ള സമയത്തൊന്നും ഉണ്ടാക്കാറില്ല. അപ്പൊ അടുത്തതായിട്ട് ജമാൽ ഈ പണിന്റെ അടിക്കൂടി തന്നെ സ്റ്റാഫിന് വേണ്ടി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചെമ്മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആബിദ് ഇതൊക്കെ ക്ലീൻ ചെയ്തെങ്ങാണ്ട് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 കിലോ ചെമ്മീനൊന്നും പോരാട്ടോ, ഒരു 4-5 കിലോ ചെമ്മീൻ തന്നെ വേണ്ടി വരും. ഒരു 4 കിലോന് എന്തായാലും വേണ്ടി വരും. അത്രത്തോളം സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കാനുള്ള ചെമ്മീനാണ്. അപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കണ്ട വെള്ളം വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് നല്ല ചെമ്മീൻ ബിരിയാണി. ജമാലിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അവന് നല്ല നാട്ടിലുള്ള അത് കല്യാണ ബിരിയാണി ഇല്ലേ, അതേ സെയിം ബിരിയാണി, അതേ സ്മെല്ല് കേട്ടോ. നല്ല RKGൻ്റെ ഒക്കെ ആ സ്മെല്ലുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് നമ്മൾക്കൊരു കല്യാണം കൂടിയ ഫീലായിരിക്കും. ജമാലിൻ്റെ എല്ലാ ബിരിയാണിയും അങ്ങനെ തന്നെ കേട്ടോ. അവൻ ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ കണ്ടോ, ഞാൻ ചോറ് ഇതൊരു പാത്രത്തിലിട്ട് കണ്ട് ഇങ്ങനെ നോക്കുകയാണ്. അതായത് ചെമ്മീനൊക്കെ അതിൽ നല്ല ചുരുണ്ടതായി കിടക്കുന്നുണ്ട്. ചെമ്മീനുണ്ടോ, നല്ല ചുരുണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് ജീരകശാല അരി കൊണ്ടാട്ടോ വെച്ചിട്ടുള്ളത്. നല്ല ചെറിയ അരി ഉണ്ടല്ലോ, ജീരകശാല അരി, അതും അടിപൊളി, നല്ല ടേസ്റ്റ് കേട്ടോ. കണ്ടില്ലേ നമ്മള് ശ്യാം കണ്ടില്ലേ മറ്റേ ബിരിയാണി ഒക്കെ വിളമ്പി കണ്ടു വരുന്നു. ശ്യാം ബിരിയാണി അച്ചായ ഓ ബീഫ് നെയ്ക്കാത്തേരാ, ബീഫ് കഴിക്കൂലേ. അപ്പൊ നല്ല ചെമ്മീൻ ബിരിയാണി, ബീഫിന്റെ വെള്ളിയാഴ്ച ബീഫ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് അവന് ഭയങ്കര പ്രശ്നമായിക്കാണ്. ശ്യാം ആജി ഖുഷിയാ, ബഹുത് ഖുഷിയേ, സന്തോഷായില്ലേ? നുബൈസ ശ്യാമ് ബീഫ് ഒന്നുമില്ലല്ലോ. നുബൈസ് കണ്ടില്ലേ ഡ്യൂട്ടിയിലാണ് ഇത് അങ്ങനെയൊക്കെ നടക്കുന്നത്. കണ്ടില്ലേ ട്രൗസറൊക്കെ ഇട്ടാണ്ട്, കണ്ടില്ലേ ഫിലിപ്പീനികളോ അവരെ സ്റ്റൈലില് മീനൊക്കെ പൊളിച്ചുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവരിത് അവിടെ പൊരിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഭയങ്കര സ്മെല്ലോട്ടോ. ഞാൻ ഇതിന്റെ ഏറ്റവും പെട്ടെന്ന് വീഡിയോ എടുത്ത് പോകണമെന്നുകൊണ്ടാണ്. പിന്നെ ഇത് ബോസനിലെ മീനാട്ടോ, പോംഫ്രറ്റ്, സിൽവർ പോംഫ്രറ്റ് ആണ്. നമ്മളെ പാപ്ലൈറ്റ് എന്ന് അറിയില്ല, അതിനങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളാകോലി ഫ്രൈ ചെയ്തതിന് ശേഷം ഇതാ നല്ല കിനോവേണ്ടുള്ള സലാഡിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മീൻ ഇതാ നല്ല വരഞ്ഞ് ഇതൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാ നല്ല സലമൂണിന്റെ പീസുകൾ ഇതാ വെച്ചിട്ടുണ്ട്. സലമൂണൊക്കെ ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കണം, മാരിനേറ്റ് ചെയ്തുകൊണ്ട് വെച്ച് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഈ മീനുകളും ഇതൊക്കെ വെക്കുക. അതിലേക്കുള്ള വെജിറ്റബിൾ ആട്ടോ, അതിൻ്റെ കൂടെ കൊടുക്കാനുള്ള സെർവ് ചെയ്യാനുള്ള വെജിറ്റബിൾ ആണ് അവിടെ വെച്ചിട്ടുള്ളത്.
പിന്നെ ഇത് മാർട്ടിന് ഇതാ ഈ ഫിഷിന്റെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് വാക്യൂം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ആ എയർ ഇല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കേടുവരില്ല. ഇതാ ഈ മീനുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ വരിയിൽ നിൽക്കട്ടോ, ക്യൂലാണ് അവരൊക്കെ. ഈ വൈറ്റ് പോംഫ്രേറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ കൂന്തള്, ഇതെല്ലാം വരിയിലാണ്. ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ചെമ്മീനൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഗ്രില്ല് ചെയ്താണ്, ഇത് കുറച്ച് മാത്രം ഗ്രില്ല് ചെയ്തത്. അതുപോലെ തന്നെ ലോബ്സ്റ്റർ മറ്റേ ശരിയാക്കാൻ വേണ്ടി വെച്ചിട്ട് ഇത് കണ്ടോ, ഒരു മീൻ അതിൻ്റെ ഇറച്ചി എടുത്തതിന് ശേഷം അത് കളഞ്ഞിക്കുകയാണ്. നമ്മളവിടെയൊക്കെയാണെങ്കിൽ അത് വെച്ച് കറി വെക്കൂലേ. പിന്നെ അതാ ചെമ്മീൻ വേറെ ഉണ്ട് കേട്ടോ, കുറച്ച് ചെമ്മീൻ ഇതൊക്കെ വേറെയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് മറ്റേ നേരത്തെ നമ്മളെ ബിരിയാണിക്ക് വെച്ചിരുന്ന അതിൻ്റെ ഒരു മസാല ഉണ്ടായിരുന്നില്ലേ, ആ മസാല കേട്ടോ. പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള ഫിഷൊക്കെ റെഡിയായി വരുമ്പോഴത്തേനും മറ്റേ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പാത്രങ്ങൾ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചെമ്മീനും ഇങ്ങനത്തെ ഇതൊക്കെ ഗ്രില്ല് ചെയ്ത് കണ്ട് അതിൽ വെക്കും. ഇതാട്ടോ ഞാൻ നേരത്തെ അവർ പറഞ്ഞ മീനുണ്ടല്ലോ, ആ മീൻ എടുത്തതിന് ശേഷം ഇത് കളഞ്ഞതാണ്. പിന്നെ നല്ല അടിപൊളി ഞണ്ട്, നല്ല നീല കളറിലെ കാലുതുള്ള ഞണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഞണ്ടുകളൊക്കെ ആൺഞണ്ടുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോഴൊക്കെ കൂടുതൽ പെൺഞണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഞണ്ടിൻ്റെ അകത്ത് നല്ല അതിൻ്റെ ഒരു പൊന്നെന്ന് പറയില്ല, ആ സാധനമൊക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ ഉള്ളത് നോക്കിയും കണ്ട് തന്നെ മേടിക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും ഞണ്ട് മേടിക്കുമ്പോഴൊക്കെ ഞണ്ടിങ്ങനെ ഞെക്കി നോക്കിയാണ്ടൊക്കെ താഴ്ന്നു പോകുന്നൊന്നും മേടിക്കരുത്. ഇതിലൊക്കെ നല്ല മീറ്റുള്ള വലിയ ഞണ്ടുകളാണ് കേട്ടോ. അപ്പം ഞണ്ട് മേടിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെമ്മീൻ മേടിക്കുമ്പോൾ തല പൊട്ടിയിട്ടുണ്ടോ നോക്കുക, തല പൊട്ടാത്ത മേടിക്കുക. പിന്നെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേറെ കുറച്ച് മീനുകൾ അവിടെ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ചൂടാട്ടോ. അവിടെ നിന്ന് ഗ്രില്ല് ചെയ്യണവരെയും സമ്മതിക്കണം കേട്ടോ. അവിടെ നിന്ന് കണ്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. ഇത് അടുത്ത ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒഴിഞ്ഞതിന് ശേഷം വെക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ആളുകൾ നൈസർ ഇത്. അപ്പോൾ ഈ ചെമ്മീൻ നൈസർ ഇതൊക്കെ ഇനി എല്ലാതൊന്നും ഉണ്ടാക്കില്ല, ചിലതൊക്കെ ഇനിയിപ്പോൾ എടുത്തു വെക്കും. ഇപ്പൊ ഞണ്ട് കണ്ടോ, ഞണ്ട് കുറച്ച് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ സംഗതി എന്ന് പറഞ്ഞു കേട്ടോ, കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി അറിയില്ലേ. ഇപ്പൊ എത്രത്തോളം ഭക്ഷണങ്ങൾ ഇതൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ചില സമയത്ത് ഞാനും അത്രേമാനൊക്കെ പോയി പുറത്തുനിന്നായിരിക്കും ഭക്ഷണം കഴിക്കണം കേട്ടോ. ഇപ്പൊ ഞങ്ങൾ വൈറ്റ് റോസിന്റെ ഇതിൽ പോയി കണ്ട് ഫുഡ് കൗണ്ടറിൽ പോയിട്ടാണ്, ഞങ്ങൾക്ക് അന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇത്ര ഫുഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ അന്നത്തെ ഒരു ദിവസമാണ്, അന്ന് ഒരു ദിവസം കഴിക്കാൻ പറ്റിയ പിന്നത്തെ ദിവസം കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ പോയിട്ട് ഞാനിതിൽ പെട്ടുപോയിട്ടോ. ഞാൻ ചെമ്മീൻ എടുത്ത ചെമ്മീനൊന്നും ഒരു ടേസ്റ്റിനല്ല. അദ്രാമൻ നല്ല സ്ഥലമുണ്ട്, കഷ്ണം ഇതൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം അദ്രാമൻ അതിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ ഇങ്ങനെ കയറി വെക്കുക കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവന് അടുത്തുള്ളൊരു ഈ കുട്ടികളെ കുറേ സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നക്കീൽ മാളിൻ്റെ ഭാഗത്ത് കൂടെയൊക്കെ ഒന്ന് പോയി നോക്കി. നക്കീൽ മാളിൻ്റെ അവിടേക്ക് ഒന്ന് കറങ്ങിക്കാണ്ടൊക്കെ വന്ന് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ കിടക്കാൻ മണിക്കൊന്ന് കുത്തിങ്ങാണ്ട് ഒന്ന് ചെയ്യട്ടോ. ഓക്കെ, ബൈ.